അതെ അതായത് അതെ. ഇപ്പൊ ഒരു 135ന്റെ ഇതിന്റെ ഒക്കെ എടുത്തതിന് ഏകദേശം ഒരു $70-80 തിരിച്ചെടുക്കുന്നുണ്ട്. പഠിച്ചതൊക്കെ സിമ്പിൾ ആയിരുന്നു. അത് നമുക്ക് വെച്ചാൽ അത്രയും മനസ്സിലാവുന്ന രീതിയിൽ ഇതാവും ചെയ്തത്. ക്ലാസ്സുകളും അങ്ങനെ തന്നെ ആയിരുന്നു. ക്ലിയർ ആവുന്നുണ്ട്. അത് എന്താണോ ഡൗട്ട് ഉള്ളത് ചാർട്ടിൽ വരച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് ശരി തെറ്റ് എന്നുള്ളത് അപ്പൊ തന്നെ പറഞ്ഞുതരും. കോഴ്സിന്റെ കുറച്ച് യൂസബിലിറ്റിയും ഇത് കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സപ്പോർട്ടും എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കണം. ബ്രോ ഇത് സ്റ്റാർട്ട് ചെയ്തത് ബിഗിനർ ആയിട്ടാണോ അല്ലെ ഇന്റർമീഡിയറ്റ് ആയിട്ടാണോ? ബിഗിനർ ആയിട്ടാ. ബിഗിനർ ആയിട്ടാണ്. ഉം. ഓക്കെ. എത്ര ടൈം ആ, ഉണ്ടായിരുന്നു നമുക്ക് ഈ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ? ഏത് ഫുൾ കോഴ്സോ? അതെ അതെ അതെ. ഏകദേശം ഇപ്പൊ 1.5 മാസമായി. അതിന്റെ കുറച്ച് ഓട്ടങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. രണ്ടാഴ്ച ഞാൻ അതൊന്നും മാറിയിട്ടുണ്ടെന്നു. പിന്നെ എന്തായാലും നല്ലത് ബ്രോ. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയുണ്ടായിരുന്നു പഠിച്ചത്? സംഗതി സിമ്പിൾ ആണോ അല്ലെങ്കിൽ നമുക്ക് തലയിൽ കയറാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഇല്ല, ഉണ്ടായിരുന്നോ? പഠിച്ചതൊക്കെ സിമ്പിൾ ആയിരുന്നു. അത് നമുക്ക് വെച്ചാൽ അത്രയും മനസ്സിലാവുന്ന രീതിയിൽ ഇതാവും ചെയ്തത്. ക്ലാസ്സുകളും അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ. ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല ഒന്നും ഉണ്ടാവില്ല. പിന്നെ വെച്ചാൽ പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അഭിപ്രായത്തിൽ ചോദിക്കും. മൂപ്പര് പറഞ്ഞുതരും. ഓക്കെ പിന്നെ വലിയ കുഴപ്പമുണ്ടാകുന്നില്ല. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? ട്രൂസൻസിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സപ്പോർട്ടൊക്കെ നല്ല സപ്പോർട്ടാണ്. ഓക്കെ. ഈ നമുക്ക് ലൈവ് ആയിട്ടുള്ള ഡൗട്ട്സോ അല്ലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആകുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്. അത് എന്താണോ ഡൗട്ട് ഉള്ളത് ചാർട്ടിൽ വരച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് ശരി തെറ്റ് എന്നുള്ളത് അപ്പൊ തന്നെ പറഞ്ഞുതരും. ദാറ്റ്സ് എ പ്രോപ്പർ വേ. ഉം. നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ആയിട്ട്. കാരണം ഇതേ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഞാനായാലും ഫാസിലായാലും അപ്പിയായാലും നമ്മുടെ മെന്റേഴ്സ് ആരായാലും ട്രേഡ് ചെയ്യുന്നത് സെയിം സാധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ഡൗട്ട് ആയി കഴിഞ്ഞാലും ഇതൊക്കെ നമ്മൾ പണ്ടേ കഴിഞ്ഞു വന്ന സാധനമാണ്. ഈ ഡൗട്ടൊക്കെ നമ്മൾ ആ, ക്ലാരിഫൈ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു മടിയും വേണ്ട, നിങ്ങൾക്ക് എന്തും ചോദിക്കാം ഇതിനെ പറ്റിയിട്ട്. ആ, ഓക്കെ. അത് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ചോദിച്ചോളം പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഡൗട്ട് അത് വരച്ച് കാണിച്ച് കൊടുക്കാതെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യെസ് അപ്പൊ യെസ്. മൂപ്പർക്ക് കുറച്ച് മനസ്സിലാവും അപ്പൊ എന്താന്നുള്ള എന്റെ ഡൗട്ടും രണ്ടും കൂടി സിങ്ക് ആവണല്ലോ. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. അതിന് പിന്നെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഡെമോ ആയി കഴിഞ്ഞാൽ ലൈവ് മാർക്കറ്റ് തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിക്കുന്നത് ഇപ്പോ? ലൈവ് മാർക്കറ്റ്. ഓക്കെ. ബാക്ക് ടെസ്റ്റ് അല്ലല്ലോ ചെയ്യുന്നത്, ലൈവ് മാർക്കറ്റ് അല്ല ആണ്. അല്ല അല്ല ലൈവ് മാർക്കറ്റ്. ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് TMC ചെയ്തിട്ട് ആപ്ലിക്കബിൾ ആണോ? TMC വർക്കിംഗ് അപ്പോഴേക്കുള്ള ആവുന്നുണ്ട്. ഞാൻ പ്രോഫിറ്റ് എന്താ വെച്ചാൽ ലോസ് ആണെന്ന് വെച്ചാൽ രണ്ടാണെച്ചാലും ആ മൂപ്പർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇന്ന് തെറ്റ് വെച്ചാൽ തെറ്റ് പറയാന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. അത് ക്ലിയർ ചെയ്ത് തീർച്ചയായും തരാലോ. തെറ്റ് പറ്റണം ബ്രോ. ആ പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ അല്ല തെറ്റ് പറ്റൂ. ഇതിന്റെ ഇടയ്ക്ക് വെച്ചെന്താ വെച്ചാൽ ലോട്ട് സൈസ് ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. 0.5 കയറിപ്പോയി. അതിൽ ആ കുറച്ച് നല്ല നഷ്ടം പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ ചെയ്താൽ മതി. അത് മാത്രം ഓക്കെ ഫോക്കസ് ഓക്കെ. ചെയ്യാം. അപ്പോ അത് ക്ലിയർ ആയിക്കോളും. അതുപോലെ തന്നെ എങ്ങനെയുണ്ട് കോഴ്സ്? ഇപ്പൊ നമുക്ക് തന്ന പൈസക്ക് മുതലാന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ബ്രോ? അതെന്തായാലും പുറത്താണ്. ഓക്കെ. അപ്പോ ഇത് നമുക്ക് എന്തായാലും നല്ലൊരു എൻട്രി കിട്ടിയാൽ തന്നെ ഈ പൈസ മുതലാണ്. അവനവന്റെ പോക്കറ്റിൽ കിടക്കും. ഒന്നോ രണ്ടോ അല്ല എൻട്രി. നോക്കുമ്പോ വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ കിട്ടുന്നുണ്ട് ഇപ്പൊ. അതെ അതായത് അതെ. ഇപ്പൊ ഒരു 135ന്റെ ഇതിന്റെ ഒക്കെ എടുത്തതിന് ഏകദേശം ഒരു $70-80 തിരിച്ചെടുക്കുന്നുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് ബ്രോ. ഗോൾഡില്. വെരി ഗുഡ്. നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ലോസ് ചുരുക്കിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന രീതിയിലേക്ക് മാറാം. നമ്മളെപ്പോഴും അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്ന് പറയുന്നത്. സോ ആ ലെവലിലേക്ക് മാറാം. നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുക. അപ്പൊ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന നിങ്ങൾ കോഴ്സ് എടുക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റാഫ് ചിലപ്പോൾ അയച്ചു തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. ആ ആ ഞാൻ സമയത്തുള്ള മറ്റേ ആൾക്കാർക്ക് ഡൗട്ട് കമ്മ്യൂണിറ്റിയിലുണ്ട്. ഡൗട്ട് മറ്റേതിന്റെ ഉണ്ടാവും അല്ലേ? ആ ഇതെല്ലാം ചുമ്മാ ഇവർ തള്ളി മറിക്കുന്നതാണോ, ഇതെല്ലാം നടക്കുന്ന പരിപാടിയാണോ? അല്ല അത് പുറമേ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. അത് ആർക്കായാലും അങ്ങനെയല്ലേ തോന്നുള്ളൂ. ഇപ്പൊ എന്ത് തോന്നുന്നു? പ്രൊമോഷൻ ഇപ്പൊ ഓൾറെഡി നമുക്ക് മനസ്സിലാവുണ്ടല്ലോ എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ എടുക്കണ്ടല്ലോ. ഡെമോ ഓക്കെ. അക്കൗണ്ട് വെച്ചാൽ നമ്മൾ എടുക്കണ്ടല്ലോ. ഓഫ് കോഴ്സ് ബ്രോ, ഓഫ് കോഴ്സ് ബ്രോ. എത്രയും പെട്ടെന്ന് തന്നെ ലൈവിലേക്ക് മാറിയിട്ട് ഇതേ രീതിയിൽ തന്നെ ആ പ്രോഫിറ്റുകൾ ആകുന്ന സമയത്ത് ഷെയർ ചെയ്യാം. അതെന്ത് ഓക്കെ ചെറിയ ഓക്കെ. പ്രോഫിറ്റ് ആയാലും വലിയ പ്രോഫിറ്റ് ആയാലും ഒന്നും കുഴപ്പമില്ല. കാരണം നിങ്ങളെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം. അതെ അതെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ഈ ഒരു കോഴ്സ് എന്നല്ല, ഫോറക്സ് പഠിക്കണമെന്ന് ഇപ്പൊ ഒരുപാട് എല്ലാവർക്കും ഇതിന്റെ സാധ്യതകള് വളരെ ഒരു ഓഷ്യൻ സമുദ്രം പോലെ തന്നെയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട് സോഷ്യൽ മീഡിയ ത്രൂവും കാര്യങ്ങൾ ത്രൂ. സോ ഒരുപാട് ആൾക്കാർ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അവരെ അടുത്ത് ബ്രോൻ എന്ത് പറയണം? അവരെന്തുകൊണ്ട് ട്രൂസൻസിനെ സെലക്ട് ചെയ്യണം? അല്ലെ ബ്രോ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവരുടെ അത് അടുത്തുള്ള ഒരു ഗൈഡൻസ്? നമ്മുടെ കോഴ്സിന്റെ കുറച്ച് യൂസബിലിറ്റിയും ഇത് കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സപ്പോർട്ടും. ഓക്കെ. കോഴ്സ് പഠിക്കാൻ മറ്റേ ഇതുമാതിരി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ചെറിയൊരു തന്നെ. സമയം മാത്രമല്ലേ സ്പെൻഡ് ചെയ്യുള്ളൂ? ചെറിയ സമയം വരെ സ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ. വെരി ഗുഡ്. പിന്നെ ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോ വേണേലും നമ്മുടെ അടുത്ത് ചോദിക്കാം.
അപ്പോ ഓക്കെ അതൊക്കെ ക്ലാരിഫൈ ചെയ്യാം. സംശയങ്ങൾ വേണം, സംശയങ്ങൾ തീർത്തിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പൊ നല്ല ഓക്കെ രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മാറട്ടെ ബ്രോന്റെ ബിസിനസ് ആയാലും നല്ല രീതിയിൽ ഗ്രോ അപ്പ് ആകട്ടെ. എന്തായാലും നമ്മൾ കട്ട സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. ഇനി അടുത്ത വേണ്ടുന്നത് എനിക്ക് ബ്രോന്റെ പ്രോഫിറ്റ്സ് എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട്സ് പക്ഷെ മസ്റ്റായിട്ട് ആ ലെവലിലേക്ക് മാറട്ടെ എത്രയും പെട്ടെന്ന്. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ താങ്ക് യു. Good day.